വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് 3, 4, 5 ശർക്കര ഉരുക്കാനായി വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ 1/2 കിലോ റവയും ഇട്ടുകൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ മൈദയ്ക്ക് പകരം ഗോതമ്പാണ് ചേർത്തത്. മിക്സിയുടെ ജാറിൽ 3, 4 പഴം അരിഞ്ഞതിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു. ഇങ്ങനെ അരച്ചെടുത്ത പഴം റവ ഗോതമ്പ് കൂട്ടിലേക്ക് ഒഴിച്ചു. ബാക്കിയുള്ള പഴവും ജാറിൽ അരിഞ്ഞിട്ട് കൊടുത്തു. പഴം മുഴുവൻ അരിഞ്ഞതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് അരച്ചു. ഇങ്ങനെ അരച്ചെടുത്ത പഴം മാവിലേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തു. ഇനി ഇവയെല്ലാം നന്നായി കുഴച്ചെടുത്ത് ബാക്കിയുള്ള ശർക്കരപ്പാനിയും ചേർത്ത് കുഴച്ചു. ശർക്കരപ്പാനി തികയാതെ വന്നപ്പോൾ വെള്ളം ചേർത്തു. പിന്നെ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് ഉണ്ണിയപ്പത്തിൻ്റെ പരുവത്തിലേക്ക് കുഴച്ചെടുത്ത കൂട്ട് പൊങ്ങാനായി മൂടി വെച്ചു. പിറ്റേ ദിവസം രാവിലെ ചീനച്ചട്ടിയിൽ കുറച്ച് നാളികേരം വറുത്തെടുത്തു. നാളികേരം ബ്രൗൺ നിറമാകുന്നത് വരെ വറക്കണം. തലേദിവസം ഉണ്ടാക്കി വെച്ച ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് വറുത്ത് വെച്ച നാളികേരം ചേർത്തു. കുറച്ച് എള്ളിട്ട് കൊടുത്തു. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ മാവ് കോരി ഒഴിച്ച് ഉണ്ണിയപ്പത്തിൻ്റെ കുഴികളിലേക്ക് മാവ് കോരി ഒഴിച്ച് ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നും മറിച്ചിട്ട് കൊടുത്ത് ഉണ്ണിയപ്പം പാത്രത്തിലേക്ക് കോരി മാറ്റി. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.